നമസ്കാരം. യുദ്ധം കഴിഞ്ഞു. പാകിസ്ഥാന് മേൽ ഇന്ത്യക്ക് വിജയമുണ്ടായി എന്ന് തന്നെ പറയാം. ഒരു സീസ്ഫയറിലേക്ക് പോയി ഇന്ത്യക്ക് തന്നെയാണ് കൂടുതൽ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് നേടാൻ കഴിഞ്ഞത്, മേൽക്കൈ നേടാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ലിമിറ്റഡ് ആയിട്ടൊരു യുദ്ധം എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെ. അതിൽ നമ്മൾ വിജയിച്ചപ്പോൾ നമ്മളെ വിജയിപ്പിച്ചത് ആരൊക്കെ? സംശയമൊന്നുമില്ല, നമ്മുടെ പട്ടാളം തന്നെയാണ് വിജയിച്ചത്. എന്നാൽ ആ പട്ടാളത്തോടൊപ്പം നമ്മുടെ ജനതയിൽ പ്രതികരണങ്ങൾ കൊണ്ട് ഇന്ത്യയെ ഒരുമിച്ച് നിർത്തിയതാണ്. പ്രതികരണത്തിലൂടെ നമ്മളുടെ മനസ്സ് വിജയിച്ചതാണ്. ഈ രാജ്യത്തിന് അങ്ങനെ ഒരു ധീര ചക്രം കൊടുക്കാൻ അവസരമുണ്ടെങ്കിൽ ആർക്കൊക്കെ ആയിരിക്കും കൊടുക്കുക? നമ്മൾ പലതരം ചക്രങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മേജർ രവിയുടെ സിനിമയായ കീർത്തി ചക്രം മുതൽ പരംവീര ചക്രം വരെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ധീര ചക്രം എന്നൊരു കാര്യം കൊടുക്കാമെങ്കിൽ ആർക്കൊക്കെ ആയിരിക്കും ലഭിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഒരു ധീര ചക്ര പട്ടാളത്തിന്റെ യുദ്ധസമയത്ത്, ഇന്ത്യ പോരാടുന്ന സമയത്ത് പട്ടാളത്തെ, ഇന്ത്യയെ പിന്തുണയ്ക്കാൻ, ഇന്ത്യയെ ഒരുമിച്ച് നിർത്താൻ ഒക്കെ കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് ആർക്കൊക്കെയാണ് ധീരചക്രം കൊടുക്കാൻ കഴിയുക? അങ്ങനെ കുറെ ആൾക്കാരുടെ പേരുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ പറയുക, വിയോജിക്കുന്നുണ്ടെങ്കിൽ അതും പറയുക. അങ്ങനെ ഞാൻ കണ്ടെത്തുന്ന 8 പേർ, അതായത് 8 വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവർ, ടോട്ടലി 10 പേരുണ്ട്. ആ 10 പേർക്കാണ് ഞാൻ മനസ്സിൽ കാണുന്ന ധീരചക്രം. ആ ധീരചക്രം ആദ്യം, അതായത് എല്ലാവർക്കും ഉണ്ട് ഒരേ ഇതാണ്, എൻ്റെ ഒരു ഓർഡറിൽ വരികയാണെങ്കിൽ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേര് സംശയഭേദമന്യേ നമ്മുടെ ഹാഷ്മിയുടെയാണ്. ഹാഷ്മിയുടെ ഈ പ്രതികരണമാണ് ഒരർത്ഥത്തിൽ കേരളത്തെ ഒന്നിപ്പിച്ചത്. കോൺഗ്രസും BJPയും CPMകാരും എല്ലാം ഒരേപോലെ ആഘോഷിച്ച ഹാഷ്മിയുടെ ആ ഇൻട്രോയ്ക്ക് ഹാഷ്മിക്ക് തീർച്ചയായിട്ടും ഒരു ധീരചക്രം ഹാഷ്മി അർഹിക്കുന്നു. ഹാഷ്മിയുടെ ഇൻട്രോയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ ഒന്നുകൂടെ കേൾക്കാം. ചോര കൊണ്ട് അശനിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്കി പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം, ചെറുക്കാമെങ്കിൽ ചെറുക്ക്. ഇത് തന്നെ സംഭവിച്ചു. മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾക്ക് ഇത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെ കണ്ണാക്കിലേക്ക് റഫാൽ മറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. അങ്ങനെ തന്നെ സംഭവിച്ചു. സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി, കൂടെ പറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി. അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ തീമഴ പെയ്തുകൊണ്ട് നമ്മുടെ റഫാൽ അടക്കമുള്ള വിമാനങ്ങൾ പാകിസ്ഥാനിൽ അതിശക്തമായ തിരിച്ചടിയാണ് കൊടുത്തത്. അതുകൊണ്ട് ആദ്യ ധീരചക്ര മനോഹരമായി കേരളത്തെ ഒന്നിപ്പിച്ചതിന് എല്ലാ രാജ്യസ്നേഹിയുടെയും വികാരം, അവൻ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും പാർട്ടി ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഒരേപോലെ ഒരുമിപ്പിച്ചതിന് ആദ്യ ധീരചക്ര നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിമിന്. രണ്ടാമത്തേത് സംശയമൊന്നുമില്ല, രണ്ടാമത്തേത് കൊടുക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മതം തിരിഞ്ഞ് ഹിന്ദുക്കളെ അങ്ങനെ കൊന്നുവെന്ന വാർത്ത വന്നപ്പോൾ ഇത് എങ്ങനെ കവർ ചെയ്യണം എന്നൊന്ന് പകച്ചു നിൽക്കുക. ഒന്നാമത് തന്നെ നമ്മുടെ നാട്ടിൽ സാമുദായിക വിരോധം വളർത്താൻ കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, എങ്ങനെ ടോൺ സെറ്റ് ചെയ്യുക എന്നാണ് ഞങ്ങൾ മീഡിയയിൽ പൊതുവെ പറയുക. ആ ടോൺ സെറ്റ് ചെയ്തതിന് എത്ര സല്യൂട്ട് കൊടുത്താലും മതി വരാത്ത നമ്മുടെ സ്വന്തം മേജർ രവി, അടുത്തൊരു ധീരചക്ര. അദ്ദേഹത്തിന് അത് പറയുന്നതിൽ എന്താ പറയുക, അദ്ദേഹം വളരെ മുതിർന്ന ആളാണ്, പട്ടാളത്തിൽ ഒരുപാട് ചക്രങ്ങൾ നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു സാധാരണ ഇന്ത്യൻ പൗരന്റെ പ്രണാമമായി അദ്ദേഹം കാണണം. അടുത്ത ധീരചക്ര ശ്രീ മേജർ രവിക്കാണ്. ആ മേജർ രവിയുടെ ധീരചക്രം വളരെ അഭിനന്ദനാർഹവുമാണ്. കാരണം അദ്ദേഹമാണ് ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാകാതെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും വിശ്വാസിയെയും അവിശ്വാസിയെയും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ടോൺ സെറ്റ് ചെയ്തു. അതിന് മേജർ രവിക്ക് എത്ര അഭിനന്ദനം, എത്ര സല്യൂട്ട് കൊടുത്താലും മതിയാകില്ല. 3, അങ്ങനെ ധീരചക്രം കൊടുക്കേണ്ട 2 പേർ സംശയഭേദമന്യേ നമ്മുടെ ആരതിയും ഹിമാൻഷിയുമാണ്. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പോലും നമ്മുടെ നാടിന്റെ ഐക്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ആരതി കാണിച്ച ജാഗ്രത, തൻ്റെ തലയിൽ പോലും തോക്ക് ഭീകരർ വെക്കുകയും മതത്തിന്റെ പേരിൽ വിവേചനം നേരിടുകയും ചെയ്തിട്ട് പോലും തൻ്റെ കാശ്മീരി സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ചേർത്ത് നിർത്തിയ, സമീറിനെയും മുസാഫിറിനെയും ചേർത്ത് നിർത്തിയ ആ ആരതിയുടെ മനസ്സ് ഓരോ ഭാരതീയന്റെയും മനസ്സാണ്, ഓരോ ഇന്ത്യൻ അമ്മമാരുടെയും മനസ്സാണ്, ഭാരത മാതാവിന്റെ മനസ്സാണ്. അതേ മനസ്സ് തന്നെയാണ് നമ്മൾ ഹിമാൻഷിയിലും കണ്ടത്. തൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ച് 6ാം ദിവസം മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ ഏകാന്തതയിൽ നിൽക്കുന്ന ഹിമാൻഷിയുടെ മുഖം നമ്മൾ ഒരിക്കലും മറക്കില്ല. ആ ഹിമാൻഷിയും കാശ്മീരികൾക്കെതിരെ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യരുത്, മുസ്ലിങ്ങൾക്കെതിരെ തിരിയരുതെന്ന് ഭർത്താവ് മരിച്ച് 10 ദിവസം തികയുന്നതിന് മുമ്പ് പറയാൻ കഴിഞ്ഞത് ആ ഹിമാൻഷിയുടെ, ഇന്ത്യക്കാരിയുടെ, മനുഷ്യന്റെ നന്മയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഹിമാൻഷി ആകട്ടെ
ആരതിയാകട്ടെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടു. വേണ്ട രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞത് മറ്റൊരു വിഷയം, അത് മറ്റൊരു ടോപ്പിക് തന്നെയാണ്. ഇതിൽ പോസിറ്റീവ് മാത്രം പറയാം. അങ്ങനെ ഹിമാൻഷി നർവാലിനും നമ്മുടെ ആരതി രാമചന്ദ്രനും അല്ലെങ്കിൽ ആരതി മേനോനും ഇവർക്ക് രണ്ടുപേർക്കുമാണ് ആ രീതിയിലുള്ള ഒരു ധീരചക്ര കൊടുക്കേണ്ടത്. സംശയം ഒന്നുമില്ല. അടുത്തത് സംശയം ഒന്നുമില്ലാതെ കൊടുക്കേണ്ട ധീരചക്രം കൊടുക്കേണ്ട മറ്റൊരു വ്യക്തി ശ്രീ ശശി തരൂറാണ്. ശ്രീ ശശി തരൂറിന്റെ വാക്കുകൾക്കാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. കാരണം ശ്രീ ശശി തരൂർ കോൺഗ്രസിന് അതീതനായി, സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നവർ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ലൈനിങ് കൂടെ നോക്കിയേ സംസാരിക്കും. കോൺഗ്രസിന് അതീതമായി, BJPക്ക് അതീതമായി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി അതിശക്തമായി എല്ലാ അവസരങ്ങളിലും പ്രതികരിച്ചു. ആദ്യം തന്നെ ഇപ്പോൾ ഇത് സെക്യൂരിറ്റി വിഷയം അല്ല എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ സെക്യൂരിറ്റി വിഷയം നമ്മൾ ഉയർത്തണ്ട, പിന്നീട് അതാകാം, ഇപ്പോൾ നമ്മൾ നിൽക്കേണ്ട ഇന്ത്യക്കാരായിട്ടാണ്, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ നിലപാട് BJPയും കോൺഗ്രസിനെ ഒരേപോലെ ഞെട്ടിച്ചു. അതേപോലെ തന്നെ പിന്നീട് വിക്രം മിസ്രി അടക്കമുള്ളവർക്ക് സൈബർ ആക്രമണം നേരിടുമ്പോൾ അതിശക്തമായി അതിനെ അപലപിക്കുകയും ചെയ്തു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പഴയ UN ഡിപ്ലോമാറ്റായി ഈ വിഷയങ്ങളെ കണ്ട, രാജ്യസ്നേഹിയായി വിഷയങ്ങളെ കണ്ട, രാഷ്ട്രീയമല്ല രാജ്യസ്നേഹം എന്ന് നമ്മളെ തിരിച്ചറിയിച്ച മേജർ രവിയെ പോലെ തന്നെ, മേജർ രവി BJPക്കാരനാണ്, ശശി തരൂർ കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ രാഷ്ട്രീയമല്ല രാജ്യസ്നേഹം എന്ന് തിരിച്ചറിയാൻ നമ്മളെ പ്രേരിപ്പിച്ച വിശ്വപൗരൻ ശശി തരൂർ സാറിനുമാണ് അടുത്ത വീരചക്രം. ഇനിയും ഏറ്റവും കൂടുതൽ വീരചക്രത്തിന് അർഹിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് മുഹമ്മദ് സുബൈർ. മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ഫാക്ട് ചെക്കർ, അതായത് BJPക്കാർക്ക് വളരെ ദേഷ്യമുള്ള ഒരാളായിരുന്നു മുഹമ്മദ് സുബൈർ. BJP RSS എക്കോസിസ്റ്റം നിരന്തരം ആക്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ അവരെ പോലും അത്ഭുതപ്പെടുത്തി അവരുടെ ആദരവടക്കം നേടിക്കൊണ്ട് പാകിസ്ഥാൻ ഈ ഇന്ത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ മുഴുവൻ ഫാക്ട് ചെക്കിലൂടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ അതിന്റെ ഡിജിറ്റൽ പടത്തലവനായി പാകിസ്ഥാന്റെ വ്യാജ നെറേറ്റീവുകളെ ഒന്നൊന്നായി പൊളിച്ച് പാകിസ്ഥാനെ ഡിജിറ്റൽ മേഖലയിൽ അസ്ത്രപ്രജ്ഞരാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് സുബൈറാണ്. മുഹമ്മദ് സുബൈറിനാണ് അടുത്ത നമ്മുടെ ധീരചക്ര ഉള്ളത്. അതേപോലെ തന്നെ സംശയമൊന്നുമില്ല, ഈ പോരാട്ടത്തിന്റെ മുഖമായി മാറിയത്, അല്ലെങ്കിൽ ആ പോരാട്ടം നമ്മളെ അറിയിച്ചത് 2 വനിതകളാണ്. ആ 2 വനിതകളും വലിയ രീതിയിൽ അപ്രീസിയേഷൻ അർഹിക്കുന്നവരാണ്. സംശയമൊന്നുമില്ല. ഇന്ന് നമ്മുടെ എല്ലാം നാവുകളിലും മനസ്സിലുമുള്ള സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വളരെ വിദഗ്ധമായി തന്നെ വ്യോമിക സിംഗും വളരെ കാം, കൂൾ ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് അവരുടെ പ്രസ് മീറ്റുകൾ ഡീൽ ചെയ്തു. വളരെ മനോഹരമായി തന്നെ ചെയ്തു. പട്ടാളക്കാർക്കാണ്, സെർവിങ് പട്ടാളക്കാർക്കാണ് അങ്ങനെ ഒരു ചക്രം കൊടുക്കുക എന്നുള്ള എന്താ പറയുക ധാർഷ്ട്യം, അഹങ്കാരം ചെയ്യുന്നതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് 2 പേർക്കും, സോഫിയ ഖുറേഷിക്കും വ്യോമിക സിംഗിനും അങ്ങനെ ഒരു ധീരചക്രം 2 പേർക്കും സമർപ്പിക്കുന്നു. നിങ്ങളുടെ ധൈര്യം വരുന്ന ഒരുപാട് തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നിന്നത് ഒരർത്ഥത്തിൽ ഭാരതത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും ബഹുസ്വരതയുടെയും ചിന്ത കൂടിയായി എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. അടുത്തത് വിക്രം മിശ്രിയാണ്. വിക്രം മിശ്രി എന്ന് പറയുന്ന കാശ്മീരി പണ്ഡിറ്റായ, കാശ്മീരി ബ്രാഹ്മണനായ വ്യക്തിയാണ്. ഫോറിൻ സെക്രട്ടറിയാണ്. ഏറ്റവും പക്വമായ രീതിയിൽ ഇന്ത്യയുടെ നിലപാടുകൾ ലോകത്തെ അറിയിച്ച വ്യക്തിയാണ്. സൈബർ ട്രോളിംഗ് അടക്കം അദ്ദേഹത്തിനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ, മകളെയൊക്കെ ആഭാസകരമായ രീതിയിൽ നമ്മുടെ തീവ്ര വലതുപക്ഷത്തെ സുഹൃത്തുക്കൾ ആക്രമിച്ചപ്പോഴും ആരോടും പരാതിയോ പരിഭവമോ പറയാതെ സ്വന്തം ട്വിറ്റർ അക്കൗണ്ട് പൂട്ടുകയും മറ്റും ചെയ്തത് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ഇന്ത്യയുടെ നിലപാടുകൾ ലോകത്തിന് മുമ്പിൽ അതിശക്തമായി മുമ്പോട്ട് വെച്ച വിക്രം മിശ്രി, അദ്ദേഹവും തീർച്ചയായിട്ടും ഒരു ധീരചക്രം, അങ്ങനെ ഒരു ധീരചക്രം ഇന്ത്യൻ ഗവൺമെന്റിന് ഉണ്ടായിരുന്നെങ്കിൽ ആ ധീരചക്രം അർഹിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം ഓർമ്മിക്കേണ്ട മറ്റൊരു പേരാണ് ഒമർ അബ്ദുള്ള. നമ്മുടെ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള ഏറ്റവും മികച്ച രീതിയിലാണ് അവിടുത്തെ ലീഡർഷിപ്പ് എടുത്തത്. കാരണം അദ്ദേഹം വളരെ വിദഗ്ധമായി തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തി, തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ്, ശരിയെ ശരിയെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ബൗദ്ധികമായ സത്യസന്ധതയും ഇന്ത്യയോടുള്ള കമ്മിറ്റ്മെന്റും മറ്റും പുലർത്തുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ആ നന്മയും സ്നേഹവും ആദരവും അതിനും തീർച്ചയായിട്ടും നമ്മുടെ ഒമർ അബ്ദുള്ളയ്ക്കും തീർച്ചയായും അങ്ങനെ ഒരു ധീരചക്രം തീർച്ചയായും ആവശ്യം. വേറെ ഒരുപാട് പേരുകളുണ്ട്, ഇനി എല്ലാ പേരുകളും പറയുന്നില്ല, പ്രത്യേകിച്ച് വളരെ വലിയ പേരുകളാണ്. നല്ല ലീഡർഷിപ്പ് കൊടുത്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, ഒവൈസിയോടുള്ള വ്യക്തിപരമായ വിരോധം മറന്ന് ഒവൈസിയെ നേരിട്ട് സർവകക്ഷി യോഗത്തിന് വിളിച്ച അമിത്ഷാജി, ആ ക്ഷണം, തൻ്റെ എതിർപ്പാളയത്തിൽ നിൽക്കുന്ന ആളാണ് അമിത്ഷാ എന്നറിഞ്ഞിട്ടും ആ ക്ഷണം സ്വീകരിച്ച് അവിടെ പോവുകയും ശക്തമായ ഇന്ത്യ അനുകൂല നിലപാടുകൾ ഉയർത്തുകയും പാകിസ്ഥാനിലെ ബിലാവൽ ഭൂട്ടോ ഇന്ത്യയെ രക്തം ഒഴുകുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തമായി തിരിച്ചടിച്ച് താങ്കളുടെ അമ്മ എങ്ങനെ മരിച്ചു എന്ന് ഓർക്കണമെന്ന് പറഞ്ഞ ഒവൈസിയും കലവറയില്ലാത്ത പിന്തുണ ആദ്യം തന്നെ നരേന്ദ്രമോദിക്ക് വാഗ്ദാനം ചെയ്ത പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഒക്കെ നമ്മുടെ രാജ്യം ഒരുമിച്ച് ചേർന്നാണ്. ഇതിനർത്ഥം നമ്മുടെ രാജ്യത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നൊന്നുമല്ല, എല്ലാവർക്കും ഒരേ മനസ്സാണെന്നൊന്നുമല്ല, വ്യത്യസ്ത മനസ്സുകൾ എന്നും കാണും.
പക്ഷേ ആ മനസ്സുകൾ ഒരുമിച്ച് ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ധീരചക്രം യഥാർത്ഥത്തിൽ ഒരു രാജ്യസ്നേഹിയുടെ പ്രണാമമായി ആ ധീരചക്രം നമ്മുടെ രാജ്യം ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കേണ്ടിയിരുന്നത്, യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിമും മേജർ രവിയും സോഫിയ ഖുറേഷിയും യോമിക സിംഗും വിക്രം മിശ്രിയും ശശി തരൂറും മുഹമ്മദ് സുബേറും ഹിമാൻഷിയും ആരതിയും ഉമർ അബ്ദുള്ളയും ഒക്കെയാണ്. എല്ലാവർക്കും പ്രണാമങ്ങൾ. നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ നന്മ, നിങ്ങളുടെ ധാർമ്മികത നമ്മുടെ വരും തലമുറകളെ പ്രചോദിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം.